വെൽക്കം ബാക്ക് ടു നവരീന്ദ ക്രിയേഷൻസ് എവരി വൺ. അപ്പോൾ ഇന്നും ഞാനൊരു ചെറിയൊരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇതൊരു ലോ പോളിഗണൽ ഷേപ്പിലുള്ള മോഡൽസും അത്യാവശ്യം നല്ല ഗ്രാഫിക്സും സൗണ്ട് എഫക്ട്സും വലിയ GTA ലെവൽ ഗെയിമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ സ്പെക്കിൽ ചില ഗ്രാഫിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗെയിമാണ്. ഇതിൻ്റെ സെറ്റിങ്സിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാഫിക്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ പ്രൈമറി സെക്കൻഡറി വെപ്പൺസ് ഒക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ ഇത് RPG കാറ്റഗറിയിലുള്ളൊരു ഗെയിമാണ്. വൺ ടൈം പ്ലേയബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ മോഡൽസ് എല്ലാം പോളിഗണൽ ഷേപ്പിലാണ്, പോളിഗണൽ മോഡൽസ് ആണ്. നിലവിൽ 2 മാപ്പുകളാണ് ഫ്രീ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ മാപ്പുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ ഡൗൺലോഡഡ് ഏരിയയിലാണ് മാപ്സ് എല്ലാം വന്ന് കിടക്കുന്നത്. സ്വന്തമായി മാപ്സ് എഡിറ്റ് ചെയ്യാനും പറ്റും. മാപ്സ് സ്വന്തമായി നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്തൊക്കെ വേണം, ചെറിയൊരു ബേസിക് ആയിട്ടുള്ളൊരു മാപ്പ് കിട്ടും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കളിച്ചു നോക്കാം. ക്രിയേറ്റീവ് മാപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റം ചെയ്യാനും പറ്റും. എത്ര മിനിറ്റ് കളിക്കണം, എത്ര സ്കോറാണ് മാക്സിമം, ഇതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. എത്ര വെഹിക്കിൾസ് ആണ് മാക്സിമം വേണ്ടത്, ഏത് മാപ്പ് വേണം എന്നൊക്കെ കൊടുത്ത് വേണം സെലക്ട് ചെയ്യാൻ. ലോഡ് ചെയ്യുന്നത് പോലെ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പെട്ടെന്ന് ലോഡാവുന്നതാണ്. ഡിപ്ലോയ് ചെയ്യണം. ഡിപ്ലോയ് കൊടുക്കുമ്പോഴാണ് നമ്മൾ സ്പോട്ടിലേക്ക് വരുന്നത്. GTAയുടെ കൂട്ട് തന്നെ നമുക്ക് മറ്റുള്ള സോൾജേഴ്സിനെ കൊന്ന ശേഷം നമുക്ക് ആ വെപ്പൺസും എടുക്കാൻ പറ്റും. സൗണ്ട് എഫക്ട്സ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ടെക്സ്ചറിങ്, ആ മാപ്പിലെ ടെക്സ്ചറിങ്ങും സ്കൈയുടെ എഫക്ട്സും പിന്നെ ഇപ്പോൾ സൺലൈറ്റിൻ്റെ എഫക്ട്സ് ഒക്കെ നല്ലതാണ്. സൗണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഈ ടീമിൻ്റെ ഫ്ലാഗ്. അത് എനിമീസിനെ കൊന്ന ശേഷം ആ ഫ്ലാഗ് ഉയർത്തണം. അങ്ങനെ മാക്സിമം ഫുൾ ഉയർത്തുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തത് ഗ്രനേഡാണ്. പണ്ടത്തെ കാലത്തെ ഒരു ഗ്രനേഡാണ്. സ്റ്റിക്കിൻ്റെ കൂട്ടി സ്റ്റിക്ക് ഉള്ള ഗ്രനേഡ്. ഏതോ ഒരു പോങ്ങനെ വെടിവെച്ചിട്ടോ പല നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത പഴയ ലൊക്കേഷനോട്ട് വരുന്നതാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ടാങ്കാണ്. ടാങ്ക് പോലൊരു സംഭവത്തിനകത്താണ് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം ടാങ്കിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എനിമീസിനെ ഷൂട്ട് ചെയ്തിടാം. പക്ഷേ ഇത് ഒരുപാട് നേരമൊന്നും സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് വെടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നിൽക്കും. കേട്ടില്ലേ, ഇതാണ് ടാങ്കിൽ നിന്ന് വരുന്ന ഷൂട്ടിംഗ് സൗണ്ട്. അതുപോലെ ഇതിനകത്ത് ഗണ്ണിനകത്തുള്ള, അതായത് മെയിനായിട്ടുള്ള ഗണ്ണിനകത്തുള്ള ഇതാണ് അതിൻ്റെ പുറത്തുള്ള വ്യൂ. പല രീതിയിലുള്ള ക്യാമറ ആംഗിളും ഉണ്ട് ഇതിനകത്ത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല എയിമിങ്ങും ഉണ്ട്, നല്ല സൗണ്ട് എഫക്ട്സ് എല്ലാം ഉണ്ട്. വെടി വെച്ച് ഒരുപാട് ലൈഫ് പോയി കഴിഞ്ഞാൽ കണ്ടില്ല, ഇതുപോലെ തീയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം പൊട്ടാൻ പോകുന്നു, നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത്. അതിനു മുമ്പേ രക്ഷപ്പെടുക, അല്ലെങ്കിൽ മരിക്കുന്നതായിരിക്കും. ഇതാണ് എനിക്ക് ഗെയിമിനെ പറ്റിയുള്ള ചെറിയ റിവ്യൂ പറയാനുള്ളത്. വൺ ടൈം പ്ലേയബിൾ, അത്രേ ഉള്ളൂ. So guys, see you later and subscribe for more videos.